ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് TACACS ടക്കാക്കസ് പ്ലസ് എന്ന് പറയും. ടക്കാക്കസ് പ്ലസ് അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടെർമിനൽ ആക്സസ് കൺട്രോളർ ആക്സസ് കൺട്രോൾ സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത AAA അതായത് ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സബ്ജക്റ്റിനെയാണ് ടക്കാക്കസ് പ്ലസ് എന്ന് പറയുന്നത്. AAA ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സിസ്കോ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടക്കാക്കസ് പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പൺ സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ അതിൻ്റെ സിസ്കോ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള മെത്തേഡാണ് ടക്കാക്കസ് പ്ലസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു TACACS സെർവർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ യൂസർ ക്രിയേഷനും നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മളെ നെറ്റ്വർക്കിനകത്ത് ഒരു 100 ഡിവൈസുകളുണ്ട്, ഒരു 50 യൂസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ യൂസർ ക്രിയേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ യൂസേഴ്സിൻ്റെയൊക്കെ ക്രിയേഷൻ നമ്മൾ ഈ ടക്കാക്കസ് സെർവറിൽ ചെയ്താൽ മതി. ഓക്കെ, അതിനകത്ത് അവരുടെ യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ അവർക്ക് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്, പിന്നെ അവരുടെ അക്കൗണ്ടിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ TACACS സെർവറിനകത്ത് നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ടക്കാക്കസ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടർ ആവാം, സ്വിച്ച് ആവാം, ഫയർവാൾ ആവാം, ഏതൊരു ഡിവൈസ് ആവാം. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഒരു യൂസർ എന്ത് ചെയ്യാണ്, ഈ റൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഈ സ്വിച്ചിനകത്തേക്ക് ടെൽനെറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടെൽനെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലയൻറ്റ് സ്വാഭാവികമായിട്ടും ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഓക്കെ, ഈ യൂസർ നെയിമും പാസ്വേഡും യൂസർ കൊടുക്കുന്നത് നേരെ ചെന്നിട്ട് ഈ ഡാറ്റാബേസിലാണ് ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടോ എന്നുള്ള ക്വറി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പർട്ടിക്കുലർ ഒതൻറ്റിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ യൂസർക്ക് ഈ ഒരു റൂട്ടറിനകത്തേക്ക് ടെൽനെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സ്വിച്ചിനകത്തേക്ക് ടെൽനെറ്റ് ചെയ്യാനോ SS ചെയ്യാനൊക്കെ പോസിബിൾ ആവുള്ളൂ. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ AAAൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. AAA ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്കോ പ്രൊപ്രൈറ്ററി മെത്തേഡാണ് TACACS പ്ലസ്, ടക്കാക്കസ് പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ലെവലിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്ത് പറയാം, ടക്കാക്കസ് പ്ലസ് ഈസ് എ സിസ്കോ പ്രോട്ടോകോൾ ഫോർ സെക്യൂർ ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ് ഇൻ എ സെൻട്രലൈസ്ഡ് മെത്തേഡെന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. എ പ്രോട്ടോകോൾ ഫോർ സെൻട്രലൈസ്ഡ് ഒതൻറ്റിക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയാം. പിന്നെ ടക്കാക്കസ് പ്ലസ് മാനേജ് യൂസർ ലോഗിൻ ആൻഡ് പെർമിഷൻസ് ഫോർ നെറ്റ്വർക്ക് ഡിവൈസസ്. പിന്നെ സെപ്പറേറ്റ് ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ് ഫോർ ബെറ്റർ കൺട്രോൾ അങ്ങനെ പറയാം. പിന്നെ എ പ്രോട്ടോകോൾ ദാറ്റ് വെരിഫൈസ് ഹൂ ക്യാൻ ആക്സസ് ദ നെറ്റ്വർക്ക് ഡിവൈസസ്. പിന്നെ യൂസസ് എൻക്രിപ്ഷൻ ടു സെക്യൂർലി മാനേജ് നെറ്റ്വർക്ക് ഡിവൈസ് ആക്സസ് എന്ന് പറയാം. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് വേറൊരാൾ ഇത് ടാപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും ഈ യൂസർ നെയിമും പാസ്വേഡുകളും കാര്യങ്ങളും ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇതായിട്ടുള്ള ആൻസർ, ടക്കാക്കസ് പ്ലസ് ഹെൽപ്പ് കൺട്രോൾ ആൻഡ് ട്രാക്ക് ഹൂ യൂസസ് നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഈ നെറ്റ്വർക്ക് എക്യുപ്മെൻ്റ് ഒക്കെ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനും ഓതറൈസ് ചെയ്യാനും അത് അക്കൗണ്ടിങ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ ടക്കാക്കസ് എന്ന് പറയുന്ന ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ISCക്കകത്തൊക്കെ ഈ ഇൻറ്റേർണലി ഈ സെൻട്രലൈസ്ഡ് ഒതൻറ്റിക്കേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ടക്കാക്കസ് പ്ലസ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടക്കാക്കസ് പ്ലസ് സെർവറൊക്കെ നമുക്ക് വേണമെങ്കിൽ സിസ്കോന്ന് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ്വെയറായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, അക്കൗണ്ടിങ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം.
അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ റേഡിയസ് സെർവറിനെ പറ്റിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇതിനകത്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.